ഹലോ ഗൈസ്, നമുക്ക് പാവയ്ക്ക വെച്ചൊരു അടിപൊളി കയ്പില്ലാത്ത ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. കനം കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. വീട്ടിൽ തന്നെ കൃഷി ചെയ്ത പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നാടൻ പാവയ്ക്ക വെച്ചാണ് നമ്മളിന്ന് കയ്പില്ലാത്ത മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. ഇതെല്ലാം ഇതേ പരുവത്തിൽ, ഈ ഒരു പരുവത്തിലാണ് എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. പാവയ്ക്ക, ചുവന്നുള്ളി എല്ലാം ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ, ഈ ഒരു കനത്തിൽ. സവാള, ചുവന്നുള്ളിയും ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചുവന്നുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ചുവന്നുള്ളി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. എല്ലാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആവശ്യമായ ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാം ഇളക്കി കൊടുക്കുകയാണ്. മുളക് പൊടി ലേശം ഇട്ട് കൊടുത്ത് അതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ലേശം മുളക് പൊടിയിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എല്ലാം ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. പാവയ്ക്ക് ഇരുട്ട് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ സമയത്താണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയൊക്കെ ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കിതൊക്കെ അടച്ചു വെച്ച് നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്താണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പാവയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടപ്പെട്ടവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ വരുന്നവരേക്കും ബൈ ബൈ ഗായ്സ്.